രാമരസം രസനേ പിബരേ രാമരസം. ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും മഹത്തായ ഇതിഹാസങ്ങളിലൊന്നാണ് രാമായണം. ഓരോ വീട്ടിലും രാമായണ പാരായണം കുടുംബബന്ധങ്ങളുടെ കെട്ടുറപ്പ് നിലനിർത്തുന്നു. നല്ലതിനെ ബഹുമാനിക്കുകയും നേട്ടങ്ങൾക്കായി മോശമാർഗം സ്വീകരിക്കാതിരിക്കുകയും കുടുംബത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കാനായി നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ശ്രീ പുഷ്പ ബ്രാഹ്മണ സേവാ സംഘം തൃശൂർ പ്രാദേശിക സഭ യുവവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പിബരേ രാമരസം എന്ന പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പിബരേ രാമരസം ഭാവയാമി രഘുരാമം. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്വേരത്നദീപം അജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണ്ണലോചനം മാരുതിം നമത രാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 31 ദിവസങ്ങളായിട്ട് രാമായണത്തിനെ പറ്റിയുള്ള വിവിധ ചർച്ചകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാമായണം എങ്ങനെയാണ് സമഗ്രമായിട്ട് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രാമായണത്തിൻ്റെ ആ സ്വാധീനം എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യാം എന്നുദ്ദേശിക്കുന്നത്. പലരും പറയുന്നുണ്ട് വാൽമീകിയുടെ രാമൻ ഒരു സാധാരണ മനുഷ്യനാണ് എന്നും അദ്ദേഹം ഒരു മനുഷ്യൻ്റേതായ രീതിയിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്നും. പക്ഷേ വാൽമീകി രാമായണത്തിൻ്റെ തന്നെ ബാലകാണ്ഡത്തിൽ ദേവന്മാരെ പുത്രകാമിഷ്ടി ചെയ്യുന്ന ദശരഥൻ്റെ പുത്രനായിട്ട് പിറക്കണമെന്ന് ശ്രീരാമനോട് ആവശ്യപ്പെടുന്നതായിട്ട് കാണാം. അതുപോലെ സരയൂ നദിയിൽ അദ്ദേഹം സ്വർഗാരോഹണത്തിന് വേണ്ടി എത്തുമ്പോൾ ബ്രഹ്മാവ് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതായിട്ടും കാണാം. അങ്ങനെ നോക്കുമ്പോൾ വാൽമീകി രാമായണത്തിലും രാമനെ ഈശ്വരനാണ്, അല്ലെങ്കിൽ രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ കൗസല്യാദേവി പ്രസവിച്ചതിനെ പറ്റി പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ഒരു അംശമായിട്ട്, പൂർണ്ണമായിട്ടുള്ള അവതാരമല്ല രാമൻ എന്നുള്ളത് ശരിയാണ്, ഒരു അംശാവതാരമായിട്ടാണ് രാമൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാരതത്തിലുള്ള എല്ലാ രാമായണങ്ങളിലും ഒക്കെ രാമൻ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് തന്നെയാണ് പ്രകീർത്തിക്കപ്പെടുന്നത്. പിന്നെ രാമൻ എങ്ങനെ അവതാരമല്ല എന്ന് പറയുന്നു എന്നുള്ളിടത്താണെങ്കിൽ ആകെയുള്ളത് ആത്മാനം മാനുഷം മന്യേ എന്ന് രാമൻ പറയുന്ന ഒരു വാചകത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് രാമൻ ഒരു ഈശ്വരനല്ല എന്ന് ചിലർ വാദിക്കുന്നത്. പക്ഷെ ആ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ്. ആത്മാനം മാനുഷം മന്യേ എന്നാണ്. ഞാൻ എന്നെ മനുഷ്യനായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യനായ ഒരാൾക്ക് ഞാൻ മനുഷ്യനായിട്ടാണ് കാണുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഞാൻ എന്നെ മനുഷ്യനായിട്ട് കരുതുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ രാമൻ മനുഷ്യനല്ലായിരുന്നുവെങ്കിലും എന്നാൽ തൽക്കാലം ഇവിടെ ഇപ്പോൾ ഞാൻ രാമൻ മനുഷ്യനായിട്ടാണ് കരുതപ്പെടുന്നത് എന്നും മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ബാലി രാമാസ്ത്രമേറ്റ് മരിച്ചപ്പോൾ അങ്ങയുടെ അസ്ത്രങ്ങളേറ്റ് മരിക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്നുള്ള രീതിയിൽ രാമനോട് പറയുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ രാമൻ ഒരു ദൈവമാണ് എന്നുള്ള സങ്കല്പം വാൽമീകി രാമായണത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇന്ത്യയിലുണ്ടായ തുളസീദാസിൻ്റെ രാമചരിതമാനസായാലും അധ്യാത്മരാമായണമായാലും കമ്പരാമായണമായാലും ഒക്കെ രാമൻ്റെ ഈശ്വരീയതയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വിവിധ ഗ്രന്ഥങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ രാമൻ ഒരു ഈശ്വരനാണ് എന്നുള്ള രീതിയിൽ കേരളത്തിലെ കാര്യമെടുത്ത് നോക്കിയാൽ എത്രയോ രാമക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ഭരതനും ശത്രുഘ്നനും ലക്ഷ്മണനുമൊക്കെ വളരെ വിരളമായിട്ടാണ് ക്ഷേത്രങ്ങളുള്ളത് എങ്കിലും രാമക്ഷേത്രങ്ങൾ ധാരാളമായിട്ട് കേരളത്തിലുണ്ട്. കേരളത്തിന് പുറത്തും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ രാമക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ രാമൻ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഒരു ഈശ്വരനാണ്, ഈശ്വര അവതാരമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കാര്യങ്ങളിലും രാമനെ സ്മരിക്കാതെ ഒരു ദിവസം ഒരു ഭാരതീയ ഹിന്ദുവിൻ്റെ കടന്നു പോകില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം. അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി തൻ്റെ ശ്രേഷ്ഠമായ മുദ്രാവാക്യങ്ങളിൽ ഹേ റാം എന്ന് എടുത്ത് തീരുമാനിച്ചത്. അദ്ദേഹം പലപ്പോഴും രാമൻ്റെ പാതയെ പിന്തുടരാൻ, അല്ലെങ്കിൽ രാജ്യം വരുന്നതിന് വേണ്ടി ആണ് പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ ഇവിടെ മാറി മാറി വന്ന സർക്കാരുകളും രാമനെ ആശ്രയിക്കുക തന്നെയാണ് ചെയ്യുന്നത്. രാമൻ എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ലോകത്തെങ്ങും കാണപ്പെടുന്നത്. ശ്രീലങ്കയിലായാലും ഒക്കെ
രാമന് വളരെ പ്രാധാന്യമുണ്ട്. രാമനോടനുബന്ധിച്ചുള്ള രാമനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾക്കും വളരെ പ്രാധാന്യം ഭാരതത്തിലെ എല്ലാ കൃതികളിലും എല്ലാ തരം സാഹിത്യങ്ങളിലും. ഇന്നിപ്പോൾ രാമായണത്തിനെ വിമർശിക്കുന്നവർ പോലും എന്തുകൊണ്ടാണ് അങ്ങനെ വിമർശിക്കുന്നത്? തീർച്ചയായിട്ടും അത് രാമൻ്റെ പ്രസക്തി കൊണ്ടാണ്. രാമൻ ഈ സമൂഹത്തിൽ ചെലുത്തുന്ന വലിയ ശക്തി കൊണ്ടാണ് രാമനെ വിമർശിക്കുന്നവർ പോലും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇനി രാമായണം മറ്റൊരു രീതിയിൽ നോക്കിയാൽ വാൽമീകി രാമായണം, അധ്യാത്മരാമായണത്തിലോ മറ്റോ കാണാത്ത പല പ്രത്യേകതകളും വാൽമീകി രാമായണത്തിലുണ്ട്. അത് കിഷ്കിന്ധാകാന്ഡത്തിൽ കാണുന്ന മനോഹരമായ ഭൂമിശാസ്ത്ര വർണ്ണനമാണ്. സുഗ്രീവൻ ആ വാനരസേനയെ 4 ഭാഗത്തേക്ക് നയിക്കുമ്പോൾ ഈ ഭാരതത്തിൽ നിന്ന് ഇവർ പോകുമ്പോൾ ഓരോ ഭാഗത്തുമുള്ള തെക്കുള്ള സ്ഥലങ്ങളെപ്പറ്റി, കിഴക്കുള്ള സ്ഥലങ്ങളെപ്പറ്റി, പടിഞ്ഞാറുള്ള സ്ഥലങ്ങളെപ്പറ്റി, വടക്കുള്ള സ്ഥലങ്ങളെപ്പറ്റിയൊക്കെ വളരെ വ്യക്തമായൊരു ചിത്രം ഇവിടെ പകർന്നു കൊടുക്കുന്നുണ്ട്. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ കാംബോജമായാലും അതുപോലെ ഇന്തോനേഷ്യയെ പറ്റിയായാലും ഹിമാലയത്തിനെ പറ്റിയായാലും അതിനപ്പുറത്തുള്ള ദേശങ്ങളെ പറ്റിയായാലും ഒക്കെ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ സ്ഥലങ്ങളൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാമൻ ഇവിടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്, മനുഷ്യരൂപത്തിൽ അവതാരമെടുത്ത് ഇവിടെ ജീവിച്ചിരുന്ന ഒരാളാണ് രാമൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ രാമായണ കഥയിൽ തന്നെ രാമായണത്തിലും വാൽമീകിയും പിന്നീട് അധ്യാത്മരാമായണത്തിലും ഒക്കെ പറയുന്നുണ്ട്, ചന്ദ്രസൂര്യന്മാരും ഭൂമിയും ഉള്ളിടത്തോളം കാലം രാമായണ കഥ നിലനിൽക്കുമെന്ന്. അത് ഏതാണ്ട് 36,000 വർഷമാണ് ത്രേതായുഗം, 24,000 വർഷം അതിനുശേഷം ദ്വാപരയുഗവും കഴിഞ്ഞു. അതിനുശേഷം ഏതാണ്ട് 5,000-ഓളം വർഷങ്ങളായിട്ടുണ്ട് ഇപ്പോൾ ഈ കലിയുഗത്തിൽ. അപ്പം ഇത്രയും വർഷക്കാലങ്ങളായിട്ടും രാമന് ഭാരതത്തിലുള്ള പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. രാമനെ എന്നും ആരാധ്യ ദേവനായിട്ട് നമ്മളെല്ലാവരും കാണുന്നു എന്നുള്ളതാണ് രാമായണത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ നടത്തി വന്ന ഈ രാമായണമായി ബന്ധപ്പെട്ടുള്ളതാ ഈ പാരായണങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലും എന്നും ആനന്ദകരമായ ജീവിതം നയിക്കാൻ നമുക്ക് അവസരമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പിബരേ രാമരസം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോ സ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടു മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ശ്രീരാമ പട്ടാഭിഷേകം. യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാഭിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നഥ, മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷനരുൾ ചെയ്താനന്തരം, ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ
എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചു പോയി ചെന്നളകാപുരി പൊക്കു വിമാനവും സോദരനോടും വസിഷ്ഠനാമാചാര്യ പാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്തു മഹാസന ആശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും. ദേശികാനുജ്ഞയാ ഭദ്രാസനെ ഭുവി ദാശരഥിയുമിരുന്നരുളിടിനാൻ. അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉൽപ്പല സംഭവൻ പുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചിതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം. ബ്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരൂപമന്നദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ അവ്യയൻ ചിന്മയൻ ജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ. തന്മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെയങ്ങവർ ചൊന്നതു കേട്ടളവിംഗിതജ്ഞൻ മന്ദഹാസപുരസരം. മാനസേ ഖേദമുണ്ടാകരുതാർക്കുമീ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. എങ്കിലതിന്നൊരു കീടുകെല്ലാമെന്നു പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നനും തഥാ ശ്മശ്രു നികൃന്ദൻകന്മാരെ വരുത്തിനാൻ. സംഹാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാരാനന്ദസ്വേദസ. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോഭരനും ദിവാകരപുത്രനും മുമ്പേ ജടാഭാരശോധനയും ചെയ്തു സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാല്യാനുലേപാദ്യാലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ട നാരദം. ശ്രീരാമദേവനും ലക്ഷ്മണനും പുനർ ആരൂഢമോദമലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകി ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുദ. വാനര നാരീജനത്തിനും കൗസല്യ താനാദരാലങ്കാരങ്ങൾ നൽകിനാൾ. അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോപിച്ചു നിർത്തിനാൻ. രാജരാജൻ മനുവീരൻ ദയാകരൻ രാജയോഗ്യം മഹാസ്യന്തനമേറിനാൻ. സൂര്യതനയനും മംഗധവീരനും മാരുതി താനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യാലങ്കാരേണ ദിവ്യഗജാശ്വരഥങ്ങളിലമ്മാറു നാഥന്നകമ്പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവ പത്നികളാദിയാ വാനര നാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായ നാരദം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ. സാരഥ്യവേള കൈക്കൊണ്ടാൻ ഭരതനും ചാരുവെഞ്ചാമരം നത്തഞ്ജരേന്ദ്രനും. ശ്വേതാദപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവചനവും വീണാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ
കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടന്നിടിനാർ. രാമനീ വണ്ണമെഴുന്നള്ളുന്ന നേരത്തു രാമന്മാരും ചെന്നു ഹർമ്മ്യങ്ങളേറിനാർ. കണ്ണിനാനന്ദപൂരം പുരുഷം പരം പുണ്യപുരുഷമാലോക്യ നാരീജനം. ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്ദിര തുല്യമാം താതാലയം കണ്ടു. വന്ദിച്ചകം പൂക്കു മാതാവു തൻ പദം വന്ദിച്ചിതന്യ പിതൃപ്രിയന്മാരെയും. പ്രീത്യാ ഭരത കുമാരനോടന്നേരം ആസ്തയാ ചെന്നാൻ വിളംബിതം. ഭവാൻ ഭാനുതനയനും നക്തഞ്ചരീന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിന്നോരോ ഗൃഹങ്ങളിൽ ആക്കുക വേണമവരെ വിരയനീ എന്നതു കേട്ടതു ചെയ്താൻ ഭരതനും. ചെന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാർ. സുഗ്രീവനോടു പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗളം മാറു നീ കഴിച്ചിടണം. അംഗദനാദികളോടും യഥാവിധി 4 സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. എങ്കിലോ ജാമ്പവാനും മരുൾപുത്രനും അംഗദൻ താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജ പർണേനവായി കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരിക എന്നയച്ചോരളവർ കൊണ്ടുവന്നിടുന്നരങ്ങനെ സത്വരം. പുണ്യനദീജലം പുഷ്കരമാദിയ മന്യതീർത്ഥങ്ങളിലുള്ള സലീലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ തൽക്ഷണേ. ശത്രുഘ്നനും അമാത്യഖവുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. രത്നസിംഹാസേന രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിവേശ്യ. വാമദേവൻ മുനിജ ബാലി ഗൗതമൻ വാൽമീകി എന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്കഭിഷേകവും ചെയ്തിതു. പൊന്നിൻ കലശങ്ങളായിരത്തെട്ടുമങ്ങന്യോനം ശോഭം ജപിച്ചാർമറകളും. നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ചാമരം വീണാർ. ശത്രുഘ്നവീരൻ കുട പിടിച്ചിടിനാൻ. ക്ഷത്രിയ വീരരുപചരിച്ചിടിനാർ. ലോകപാലന്മാരുപദേവതമാരും ആകാശമാകെ പുകഴ്ന്നു നിന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥനോ സർവരത്നോജ്വലമായ ഹാരം പുനർ ഉർവീശ്വരനോ അലങ്കരിച്ചിടിനാൻ. ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്ത്യാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. സ്നിഗ്ധദുർവാദള ശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീട വിരാജിതം രാഘവം മാരസമാനലാവണ്യം മനോഹരം. പീതാംബര പരിശോഭിതം ഭൂധരം സീതയാ വാമാംഗസംസ്ഥയാ രാജിതം. രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവബാന്ധവ വംശസമുദ്ഭവം. രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടദം സേവ്യമനാമയം.
ഭക്തി കൈക്കൊണ്ടു മാദേവിയോടും വന്നു ഭർഗനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ. രാമായ ശക്തിയുക്തായ നമോ നമ, ശ്യാമള കോമള രൂപായ തേ നമ, കുണ്ടലീനാഥ തൽപായ നമോ നമ, കുണ്ടല മണ്ഡിത ഗണ്ഡായ തേ നമ, ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാര കിരീടധരായ നമോ നമ, ആദിമധ്യാന്തഹീനായ നമോ നമോ, വേദസ്വരൂപായ രാമായ തേ നമ, വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ, വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമ, ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം വിഭൂതേന്ദ്രനും ഭക്ത്യാ പുകഴ്ത്തി തുടങ്ങിനാൻ. ബ്രഹ്മവരം കൊണ്ടകം കൃതനായോരു ദുർമതമേറിയ രാവണ രാക്ഷസൻ, മൽപദമെല്ലാം അടക്കിനാൻ കശ്മലൻ, തൽപുത്രനെന്നെ ബന്ധിച്ചു മഹാരണി, തൊൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിതു സൗഖ്യവും. അന്നന്നിവണ്ണം ഓരോ തരമാപത്തു വന്നാലതും തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യമൊരുത്തർക്കുമില്ലെന്നതുത്തമ പുരുഷ ഞാൻ പറയണമോ. എല്ലാം ഭവൽ കരുണാബലമെന്നി മറ്റുള്ളൊരാലംബനം നാഥ നമോസ്തുതേ. ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതു നേരം ആശരവംശ വിനാശനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ. യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ട അജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ, ത്വൽകടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചിതു, ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. ത്വൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിൽപുരുഷ പ്രഭോ നൽകിയിടനുഗ്രഹം. രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമ. ഭക്ത്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ. ദുഷ്ടനാം രാവണൻ നഷ്ടനായാനിന്നു തുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ. പുഷ്ടിയും വാചിതു ലോകത്രയത്തിങ്കലിഷ്ടിയുമുണ്ടായതിഷ്ടലാഭത്തിനാൽ. പിണ്ടോദകങ്ങളോ ദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും രക്ഷോവരനെ വധിച്ചതു മൂലം ഭവാൻ. പക്ഷീന്ദ്രവാഹന പാപവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. ഗന്ധർവസംഘവുമൊക്കെ സ്തുതിച്ചിതു പങ്ക്തി കണ്ടാന്തകൻ തന്നെ നിരാമയം. അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നിതും. ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട നാരദം. സഞ്ചരിക്കാമിനി കാരുണ്യവാരിധി നിൻ ചരണാംബുജം നിത്യം നമോ നമ. കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിന മന്നവൻ തന്നെ മനോഹരമാവണ്ണം. ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നു കളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച് നിന്നെ ഭജിപ്പാൻ അവകാശവുമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യവൈഭവം. പന്നകതൽപേ വസിക്കും ഭവൽപദം
വന്ദാമഹേ വയം കിം പുരുഷന്മാർ പരം പുരുഷൻ പദം സംഭാവ്യ ഭക്ത്യ പുകഴ്ന്നാരതി ദ്രുതം കമ്പിതന്മാരായി ഭയം പൂണ്ടൊളിച്ചെൻ പോറ്റി രാവണനെന്നു കേൾക്കുന്നേരം അമ്പരമാർഗേ നടക്കുമാറില്ലിനി നിൻ പാദപദ്മം ഭജിക്കായി വരേണമേ. സിദ്ധസമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ. യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിത്തഭയം തീർത്ത കാരുണ്യവാരിധേ. രക്താരവിന്ദാഭ പൂണ്ട ഭവൽപദം നിത്യം നമോ നിത്യം നമോ നമഃ. വിദ്യാധരന്മാരും അത്യാദരം പൂണ്ടു ഗദ്യപദ്യാദികൾ കൊണ്ടു പുകഴ്ത്തിനാർ. വിദ്വജനങ്ങൾക്കുമുള്ളിൽ തിരിയാത തത്വാത്മനെ പരമാത്മനെ നമഃ. ചാരുരൂപം തേടും അപ്സരസാങ്കണം ചാരണന്മാരുരകന്മാർ മരുത്തുക്കൾ തുമ്പുരു നാരദ ഗുഹ്യക വൃന്ദവും അംബരാചാരികൾ മറ്റുള്ളവർങ്ങളും സ്പഷ്ടവർണോദ്യമൻ മധുരപദങ്ങളാൽ തുഷ്ട്യാ കനക്കെ സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജ മന്ദിരം പ്രാപിച്ചു താരക ബ്രഹ്മവും ധ്യാനിച്ചു താപത്രയവും അകന്നു വാണിടിനാർ. സച്ചിൽ പരബ്രഹ്മ പൂർണ്ണമാനന്ദ അച്യുതമദ്വയമേകമനാമയം ഭാവനയാ ഭഗവത്പാദാംബോജവും സേവിച്ചിരുന്ന ജഗത്രയവാസികൾ. സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം സോദര വാനര താപസ രാക്ഷസ ഭൂദേവവൃന്ദ നിഷേവ്യമാണം പരം രാമാഭിഷേക തീർത്ഥാർദ്ര വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം ചന്ദ്രബിംബാനനം ചർവായതഭുജം ചന്ദ്രികാ മന്ദഹാസോജ്വലം രാഘവം ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടു കണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും. രാമായണത്തിൻ്റെ ഫലശ്രുതി. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യിൽ മർത്യന ജന്മന മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃത്തിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുർധപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാര്യ ജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കേട്ടിയൊടുവിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്തി കേട്ടിടുകിലർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കാൻ വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതിതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂതദേവാത്മോത്തമായുടനുണ്ടാകും ആധികളെല്ലാം അകന്നുപോം നിർണയം. ദേവപിതൃഗണ താപസ മുഖ്യന്മാരേവരുമേറ്റും പ്രസാദിക്കും അത്വരം. കൽമഷമെല്ലാം അകലുമതേയല്ല
ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അത്രീസുതയ്ക്കുപദേശിച്ചിതാദരാൽ നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരാർത്ഥമിതൊക്കവേ. ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇതധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. പിബരേ രാമരസം. എല്ലാവർക്കും നമസ്കാരം. പിബരേ രാമരസം. ഈ പരമ്പരയിൽ വിശ്വാമിത്ര മഹർഷിയെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ രാമായണത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കുകയും ചെയ്യാം. മനുഷ്യാവതാരമെടുത്ത ഈശ്വരൻ്റെ ഭൂലോക കഥയാണല്ലോ രാമായണം. വാൽമീകി രാമായണത്തിൽ രാമനെ മനുഷ്യനായാണ് അവതരിപ്പിക്കുന്നത്. ഈശ്വരന് മനുഷ്യരെ എപ്രകാരം പ്രവർത്തിക്കണം, എപ്രകാരം പ്രവർത്തിക്കരുത് എന്ന് സ്വപ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ട് പഠിപ്പിക്കാം. ഇതാണ് ശ്രീരാമനും പഠിപ്പിച്ചത് എന്ന് നാരായണീയത്തിൽ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നു. ശ്രീരാമനിൽ അനവധി കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്ന അവസരത്തിൽ ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ മനുഷ്യാവതാരമാണെന്നത് നാം പലപ്പോഴും മറന്നുപോകുന്നു. അതുപോലെ സ്വധർമാചരണം വളരെ ക്ലിഷ്ടമായതുകൊണ്ട് ഒരു ഗൃഹസ്ഥൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ നമുക്ക് ശ്രീരാമൻ്റെ ജീവിതയാത്രയിലും കാണാൻ സാധിക്കും. ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യുവാനുള്ള മനഃശക്തിയും ഉപായവും പറഞ്ഞു തരുന്ന ഗുരുതുല്യരായ മഹർഷീശ്വരന്മാർ രാമൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. ധർമ്മത്തിൻ്റെ ഉടൽ പൂണ്ട മനുഷ്യനായിട്ടാണല്ലോ വാൽമീകി ശ്രീരാമനെ അവതരിപ്പിക്കുന്നത്. സ്വധർമ്മം എന്നാൽ സ്വഭാവം. അവനവൻ്റെ നൈസർഗികമായ ഉള്ളിലെ ഭാവമാണ് അയാളുടെ ധർമ്മം. അതിനനുസരിച്ചുള്ള പ്രവൃത്തിയാണ് ശ്രീരാമൻ്റെ ജീവിതത്തിൽ ഉടനീളമുള്ളത്. ആ പ്രവൃത്തിയിലൂടെ ശ്രീരാമചന്ദ്രൻ കാമമോക്ഷങ്ങൾ നേടി. ഇപ്രകാരം പുരുഷാർത്ഥങ്ങൾ നേടാൻ അദ്ദേഹത്തെ പ്രാപ്തരാക്കിയ ചില മഹർഷിവര്യന്മാരെ വാൽമീകി അവതരിപ്പിക്കുന്നു. അതിലൊന്ന് കുലഗുരുവായ വസിഷ്ഠ മഹർഷി, മറ്റൊരാൾ വാൽമീകി, ഇനിയും ഒരാൾ വിശ്വാമിത്ര മഹർഷി. വിശ്വാമിത്ര മഹർഷി ശ്രീരാമൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ശ്രീരാമൻ്റെ 16ാമത്തെ വയസ്സിലാണ്. ശാസ്ത്രാസ്ത്ര വിദ്യകളും രാജനീതിയുടെ അടിസ്ഥാന കാര്യങ്ങളും ധർമാശാസ്ത്രങ്ങളും അപ്പോഴേക്കും ശ്രീരാമൻ പഠിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ യാഗരക്ഷ നടത്താൻ ശ്രീരാമനെ വിട്ടുകിട്ടാൻ വേണ്ടിയാണ് വിശ്വാമിത്ര മഹർഷി ദശരഥനെ സമീപിക്കുന്നത്. വിശ്വാമിത്രനെ പൊതുവെ വസിഷ്ഠ ശത്രുവായാണ് പുരാണങ്ങൾ പരിചയപ്പെടുത്തുന്നതെങ്കിലും ഇവിടെ രാമായണത്തിൽ വിശ്വാമിത്രൻ മാരീച, സുബാഹു തുടങ്ങിയ രാക്ഷസന്മാരിൽ നിന്ന് യാഗരക്ഷയ്ക്കായി രാമനെ തൻ്റെ കൂടെ പറഞ്ഞയക്കണമെന്ന് വിനീതനായി ദശരഥനോട് പറയുന്നു. ആറ്റുനോറ്റ് യാഗഫലമായി തനിക്കുണ്ടായ 16 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകനെ രാക്ഷസന്മാരോട് എതിരിടാനായി പറഞ്ഞയക്കാൻ ദശരഥനൊന്ന് ഭയന്നെങ്കിലും വിശ്വാമിത്രൻ പൂർവാശ്രമത്തിൽ വലിയ വില്ലാളിയായിരുന്നുവെന്നും
ധാരാളം ദിവ്യാസ്ത്രങ്ങൾ രാമനെ ഉപദേശിക്കുമെന്നും രാമൻ രാക്ഷസവധം നടത്തുമെന്നും മിഥിലയിലെ ശൈവാചാപം ഖണ്ഡിക്കുമെന്നും വസിഷ്ഠൻ പറഞ്ഞത് കേട്ടപ്പോൾ ദശരഥന് ആശ്വാസമായി. അപ്രകാരം ദശരഥൻ രാമനെ വിശ്വാമിത്രാദികളോടൊപ്പം അയച്ചു. ഈ വിശ്വാമിത്ര സമാഗമം ശ്രീരാമന്റെ ജീവിതായോധനത്തിന് വലിയ വഴിത്തിരിവായി. അത്രികുലത്തിൽ ജനിച്ച ഗാധി എന്ന രാജാവിന്റെ മകനാണ് വിശ്വാമിത്രൻ. പ്രശസ്തനായ കുശരാജാവിന്റെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് കൗശികൻ എന്നും വിശ്വാമിത്രന്റെ പേര് വന്നു. ഇദ്ദേഹത്തിന്റെ രാജ്യം കന്യാകുബ്ജമാണ്. രാജാവായിരുന്ന വിശ്വാമിത്രൻ വേട്ടയാടുന്ന അവസരത്തിൽ വസിഷ്ഠാശ്രമത്തിലെ നന്ദിനി പശുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയും വസിഷ്ഠനുമായി യുദ്ധം ചെയ്യുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇതിൽ ലജ്ജിച്ച വിശ്വാമിത്രൻ രാജ്യം ഉപേക്ഷിച്ച് കഠിന തപസ് ചെയ്ത് രാജർഷിയും പിന്നീട് ബ്രഹ്മർഷിയുമായി. ഈ ബ്രഹ്മർഷിയായ വിശ്വാമിത്രൻ ഭാവിയിലേക്ക് മുതൽക്കൂട്ടായ 2 മന്ത്രങ്ങൾ വാത്സല്യപൂർവ്വം യാഗരക്ഷയ്ക്ക് പോകുമ്പോൾ ഉപദേശിച്ചു കൊടുത്തു. പേരക്കുട്ടികൾക്ക് മുത്തശ്ശൻ എന്ന പോലെ വാത്സല്യത്തോടെയാണ് യാഗരക്ഷയ്ക്ക് കൊണ്ടുപോയത്. വഴിയിൽ വിശന്നപ്പോൾ ബല എന്നും അതിബല എന്നും 2 മന്ത്രങ്ങൾ അദ്ദേഹം ശ്രീരാമൻ ഉപദേശിച്ചു. ആ മന്ത്രങ്ങളുടെ ജപത്തിലൂടെ വിശപ്പ് ശമിച്ചു. ഇത് വനവാസകാലത്ത് രാമലക്ഷ്മണന്മാർക്ക് വളരെയേറെ പ്രയോജനപ്പെട്ടു. തുടർന്ന് ഗുരുതുല്യനായ അദ്ദേഹം രാമന്റെ കഴിവുണർത്തിക്കൊണ്ട് താടകാവധത്തിനായി പ്രേരിപ്പിച്ചു. അതുപ്രകാരം 2 ഗ്രാമങ്ങളെ വിജനമാക്കി തീർത്ത ആ താടകയെ ശ്രീരാമചന്ദ്രൻ വധിച്ചു. വിശ്വാമിത്രനിൽ നിന്നും നിരവധി ദിവ്യാസ്ത്രങ്ങൾ ലഭിച്ച രാമലക്ഷ്മണന്മാർ ഗുരുദക്ഷിണയായി സുബാഹുവിനെ കൊന്നും മാരീചന് അഭയം നൽകി വിട്ടയച്ചും യാഗരക്ഷ നടത്തി. വാത്സല്യം നൽകിയും കഴിവുകൾ കണ്ടെത്തിയും പ്രസിദ്ധി നേടിക്കൊടുത്തും ഭാവിയെ കണ്ടെന്ന പോലെ ദിവ്യാസ്ത്രോപദേശവും വിശപ്പും ദാഹവും മാറുവാനുള്ള മന്ത്രങ്ങൾ നൽകിയും ശ്രീരാമചന്ദ്രന്റെ നല്ലൊരു അഭ്യുദയകാംക്ഷിയായി മാറി വിശ്വാമിത്രൻ. രാമനോടൊന്നിച്ചുള്ള സത്സംഗത്തിൽ മതിവരാതെ അദ്ദേഹത്തെ ആശ്രമത്തിൽ താമസിപ്പിച്ച് ഗംഗാവതരണം, ത്രിശങ്കുചരിതം, വസിഷ്ഠനുമായുള്ള കലഹം, ബ്രഹ്മർഷിയായ കഥ എന്നിങ്ങനെ നിരവധി സംഭവങ്ങളും മറ്റനേകം പുരാണ കഥകളും അദ്ദേഹം രാമചന്ദ്രനെ കേൾപ്പിച്ചു. അഹല്യാമോക്ഷത്തിനായി പരമാത്മാവായതും മനുഷ്യാവതാരം ചെയ്തവനുമായ രാമനെ ഗൗതമാശ്രമത്തിൽ വിശ്വാമിത്രൻ എത്തിച്ചതും അതിന് സാക്ഷ്യം വഹിച്ചതും അദ്ദേഹത്തിന്റെ കാരുണ്യമാണ്. ആനന്ദത്തിലാറാടിയ ഗുരു പരമാത്മാവായ ശിഷ്യനെയും കൂട്ടി മിഥിലയിലെത്തി. അവിടെ വിശ്വാമിത്രൻ പറഞ്ഞ് ത്രയംബകം വില്ലുവരുത്തി ശാപം കുലയ്ക്കുവാൻ ശ്രീരാമനെ വിശ്വാമിത്രൻ പ്രോത്സാഹിപ്പിച്ചു. രാമൻ വില്ലുകുലയ്ക്കുകയും ശാപം മുറിക്കുകയും ചെയ്തു. ദശരഥാദികളെ വരുത്തി 4 കുമാരന്മാരുടെയും സമൂഹ വിവാഹത്തിനു വേണ്ട ഒരുക്കങ്ങൾ വിശ്വാമിത്രൻ ചെയ്തു. അദ്ദേഹം തന്നെ ആ ചടങ്ങുകൾക്ക് പൗരോഹിത്യം വഹിക്കുകയും ചെയ്തു. ഇതോടെ രാമായണത്തിൽ വിശ്വാമിത്രന്റെ ഭാഗം അവസാനിച്ചു. വിശ്വാമിത്രൻ രാമായണത്തിൽ രാമന്റെ വിദ്യാഭ്യാസ കാലത്തെ പ്രായോഗികമായ പരീക്ഷണങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസ പൂർണ്ണതയും അതുപോലെ വിദ്യാഭ്യാസാവസാനം ഗാർഹസ്ഥ്യം എന്ന ആശ്രമത്തിലേക്കുള്ള പ്രവേശിപ്പിക്കലുമാണ് നിർവഹിച്ചത്. മഹാനായ വിശ്വാമിത്ര മഹർഷിയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്നാൽ ആവുന്നതാണ്, എനിക്കറിയാവുന്നതാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഈശ്വരോ രക്ഷകു. പിബരേ രാമരസം രാമകഥാഗാനലയം മംഗളമിത്തം മുരുകെ പടരുക സാഗരമേ, സുകുലയ സാഗരമേ, സാഗരം പാടുകയാ
രാമ കാതരയാ ചാരുകയാ സാഗരം പാടുകയായി വീണ്ടും രാമകഥാഗാനമയം മംഗളം തമ്പുരു പകരുക സാഗരമേ സുഗലയ സാഗരമേ ആരണ്യകാന്ഡം സീതാഹൃദയം ആരണ്യകാന്ഡം സീതാഹൃദയം ഏതോ താമസമോനമുണർന്നു വീണ്ടും രാമകഥാഗാനലയം മംഗളം തമ്പുരുവിൽ പകരുക സാഗരമേ സുഗലയ സാഗരമേ സരി 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 രി 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 മകനി സരി ഗരി രി ഗരി രി ഗരി രി ഗരി ഗരി രി ഗരി ഹരി ഗമ പാദ പദ 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 സദാ സദാ മകനി സരി 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 ഗരി മകനി ഗരി സുഗമി ദേവഗണാദി രാമഗംഗയാദി രഘുപതി രാമ ജയ രഘുരാമ ജയ ശ്രീ ഭരത വാക്യ ബിന്ദു ചൂടി സോദര പാദുകോചകിലാത്മപദ പ്രണമന്ദിരമുലഞ്ഞുലഞ്ഞ സരൈരി മന്ത്രമദംഗ തരംഗ സുഭ ശരവേഗ തീവ്ര താളമേവി മാരുതിയാ ജലഗംഗ സൂനകൂപതി ബടലയ ആന്ധ്രതന്ത്ര ഇന്ദ്ര ചലിത മുനര സാമഗാന ലഹരിയോടയോ രാമ ശ്രീരാമ പിബരേ രാമരസം. നമസ്കാരം. നമ്മുടെ പൂർവികർ കല്ലിനെ പൂജിച്ചു. നമ്മുടെ പൂർവികർ പർവ്വതങ്ങളെ ആരാധിച്ചു. അവർ നദിയെ ദേവിയായി കണ്ടു. കാവുകളും കുളങ്ങളും അവർ പൂജിച്ച് സംരക്ഷിച്ചു. പാമ്പിനെ ദൈവമായി കണ്ട അവരെ പലരും കളിയാക്കി ചിരിച്ചു. അവർ അവരുടെ സുഖസൗകര്യങ്ങൾ കൂട്ടുന്നതിന് വേണ്ടി പ്രകൃതിയെ നശിപ്പിച്ചില്ല. നമ്മുടെ സംസ്കാരവും വിശ്വാസവും പ്രകൃതിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നിലനിർത്താൻ ശ്രമിച്ചത് എന്തിനാണെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രകൃതിയെ ചേർത്ത് നിർത്തുക, പ്രകൃതിയെ സംരക്ഷിക്കുക, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഒരു സംരക്ഷണ വലയം തീർക്കുക. ഈ അവസരത്തിൽ നമ്മുടെ സംസ്കാരമറിഞ്ഞ് നമ്മുടെ കുട്ടികൾ വളരട്ടെ. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ തലമുറ മനസ്സിലാക്കട്ടെ. പിബരേ രാമരസം അതിനുവേണ്ടി തയ്യാറാക്കിയതാണ്. ഈ രാമായണ മാസത്തിൽ നമ്മുടെ യുവാക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ അമ്മമാരെയും ഒത്തൊരുമിപ്പിക്കാൻ നടത്തിയ ഒരു ചെറിയ ശ്രമമാണ് പിബരേ രാമരസം. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിൻ്റെ പ്രാദേശിക സഭാതലത്തിൽ, ജില്ലാതലത്തിൽ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും
പലരും പങ്കെടുത്തുകൊണ്ട് തൃശ്ശൂർ പ്രാദേശിക സഭാ യുവവേദി സംഘടിപ്പിച്ച പിബരേ രാമരസം ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നത് മറ്റൊരു വലിയ തുടക്കമാണ്. ഈ സംസ്കാരത്തോടുകൂടി, ഈ സംസ്കാരത്തെ അറിഞ്ഞുകൊണ്ട് ഈ യുവതലമുറയെ ഒരുമിപ്പിക്കാൻ കേന്ദ്ര യുവവേദിയും തൃശ്ശൂർ പ്രാദേശിക സഭാ യുവവേദിയും ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു ചെറിയ ശ്രമം. കൂടുതൽ ആളുകൾ മുന്നോട്ട് വരട്ടെ. നമ്മുടെ കുട്ടികൾ നമ്മോടൊപ്പം നിൽക്കട്ടെ. നന്ദി, നമസ്കാരം. പിബരേ രാമരസം പിബരേ രാമരസം രസനേ 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 സംസർഗം പൂരിതനാനാവിധ ഫലവർഗം ദൂരീകൃത പാതക സംസർഗം പിബരേ രാമരസം